പാമ്പുകടിയേറ്റുള്ള മരണത്തിൽ റഫറൽ പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. അത്യാഹിത ചികിത്സയ്ക്ക് സൗകര്യമില്ലാത്ത ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമായിട്ടുള്ള തൊട്ടടുത്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ ചാർട്ട് വേണമെന്നാണ് നിർദ്ദേശം. അതേസമയം സംസ്ഥാനത്ത് പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ് ഡോക്ടർമാർ. താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ വെന്റിലേറ്ററും ഐസിയുവും കൃത്യമായ നിരീക്ഷണ സംവിധാനവും സജ്ജമല്ലെങ്കിൽ ആന്റിവെനം നൽകുന്നത് രോഗിയെ അപകടത്തിലാക്കും. മാരകമായ അലർജി റിയാക്ഷനുകൾ മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ നഷ്ടപ്പെടുത്തും. തീവ്രമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള സൗകര്യങ്ങൾ വേണം. ജീവൻ രക്ഷാ ഉപകരണങ്ങളും മുഴുവൻ സമയ ഡോക്ടർമാരും വേണം. ശ്വാസതടസ്സം, ഹൃദയസ്തംഭനം പോലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വെന്റിലേറ്ററും ഐസിയുവും വേണം. രോഗിയെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഡോക്ടർമാർ താലൂക്ക് തലം വരെയുള്ള ആശുപത്രികളിൽ ഇല്ലെന്നും ഡോക്ടർമാർ പറയുന്നു. താലൂക്ക് ആശുപത്രികളിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായി 4 പേരാണ് നിലവിലുള്ളത്. ഇത് 8 ഉയർത്തണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. അതേസമയം പാമ്പ് കടിയേറ്റുള്ള മരണം തടയാൻ റഫറൽ പ്രോട്ടോകോൾ തയ്യാറാക്കാൻ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ഐസിയു, വെന്റിലേറ്റർ സൗകര്യമില്ലാത്ത ആശുപത്രികൾ, ആന്റിവെനം ലഭ്യമായിട്ടുള്ള തൊട്ടടുത്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ ചാർട്ട് തയ്യാറാക്കണം. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള സ്ഥാപന മേധാവികൾക്കാണ് നിർദ്ദേശം നൽകിയത്. പാമ്പുകടിയേറ്റാൽ ആദ്യം ഓടിയെത്തുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രി വരെയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുള്ളത്. ആന്റിവെനം നൽകാതെ രോഗി മരണപ്പെടുമ്പോഴും ആന്റിവെനം നൽകിയ ശേഷം രോഗി മരണപ്പെടുമ്പോഴും പ്രതിക്കൂട്ടിലാകുന്നത് ആരോഗ്യ പ്രവർത്തകരാണ്. ഇതാണ് ഡോക്ടർമാരുടെ ആശങ്കയ്ക്ക് പിന്നിലും. MG പ്രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.